കൈ അയ്യോ കൈ കൈ കിട്ടിയാണ്ടല്ലോ ഇടക്കില്ലേ കേട്ടോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് രാവിലെ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾക്കിന്ന് കഴിഞ്ഞ മാസം ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് കൊണ്ടുപോയപ്പോൾ അത് വാട്ടറായിരുന്നു, അത് തിരിച്ച് കൊണ്ടുപോരുന്നു, അത് കൊടുത്തില്ല. അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവച്ച് തീറ്റയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു അല്ലേ, വെള്ളത്തിലിട്ട് കൂടിനകത്ത് ഇട്ടിരുന്നിട്ട്. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ ഇന്നത് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച്. ഒരു മാസത്തോളം ആയില്ലേ, അപ്പം അത് വന്ന് കൊടുക്കാൻ സമയമായി കാണേ. 2.5 മാസമായില്ലേ, ഒരു മാസമായാൽ. അപ്പോൾ നമ്മളതൊന്ന് കൊണ്ടു കൊടുക്കാൻ പോകും. ഞാൻ പോകുന്നില്ല, ചേട്ടനും ശ്രീകുട്ടനും കൂടെ പോകുന്നത്. അപ്പോൾ അത് പോകുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ ഞണ്ട്. നമ്മളൊന്ന് തൂക്കി നോക്കിയിട്ടുണ്ട്, ഇത്രയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ശ്രീകുട്ടനും ചേട്ടനും കൂടെ കൊണ്ടു കൊടുക്കാൻ പോവാം. അപ്പോൾ ചേട്ടനും ശ്രീകുട്ടനും കൂടെ ഞണ്ടും കൊണ്ട് പോകാൻ പോവുക. അപ്പം മുറ്റത്തൊരു ചെറിയ വെള്ളമൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, വീണ്ടും ഓരോ ആഴ്ച കൂടുമ്പോൾ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വെള്ളം ഉണ്ടായിട്ട് ബൈക്ക് വെക്കാനുള്ള ഒരു സ്ഥലം, കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇനി ശ്രീകുട്ടനും ചേട്ടനും കൂടെ പോകുന്നത്. ശ്രീകുട്ടന് കൂടെ പോകണമെന്നുള്ളൊരു സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം മുതലേ ശ്രീകുട്ടൻ പോകാനൊരുങ്ങുന്നത്. കയറട്ടെ, അപ്പുറം റോഡിൽ കയറിയിട്ട് കയറിയാൽ മതിയായിരുന്നല്ലോ. മോനെ ഇറങ്ങിയിട്ട് ഈ കാറിലാണേട്ടോ നമ്മൾ ഡിജൈൻ്റെ ഭാവന ഉണ്ടാക്കാൻ പോയി. ഞങ്ങൾ ഞണ്ട് കൊടുക്കാനായിട്ട് നമ്മുടെ റെയിൽവേ പാളത്തിന് എടുത്ത് വന്നു കേട്ടോ. പെരുമൺ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പണി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൊല്ലത്തോട്ടൊക്കെ പോകാം. അതൊരു ഹൗസ് ബോട്ടല്ല, ഒരു ബോട്ട് തോന്നുന്നു. അവിടെ ഒരു ബോട്ട് കാണാൻ പറ്റുന്നറിയില്ല. കോവിലാണ് പോലെ പെരുമൺ പാലം. ഇത് കുറേ വെള്ളങ്ങൾ വരുന്നുണ്ട്. നല്ല രസമാട്ടോ ഇവിടെ നിൽക്കാൻ, നല്ല കാറ്റുമുണ്ട്. ഇവിടെ സ്റ്റാർ തൂങ്ങിട്ട് വെള്ള സംഭവം ഉണ്ടോ, സ്റ്റാറാണ്. നല്ല രസമാണ് കേട്ടോ. അതെ, നമ്മൾ നേരത്തെ കണ്ട ആ ബോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ആ പാലത്തിൻ്റെ അടി എന്താ പണി എങ്ങോട്ട് നടക്കുന്നത്, JCB എങ്ങോട്ടിരിക്കുന്നു, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിന് കാറ്റുണ്ട്. വളരെ
നീ കേട്ടോ സൂക്ഷിക്കല്ലോ നമുക്ക്. നിങ്ങൾക്ക് അപ്പുറത്തിറങ്ങി ഇതിൻ്റെ താഴെ കേട്ടോ ഞണ്ട് കൊടുക്കുന്നു. പോട്ടെ എടുത്ത് വള്ളത്തിന് കൊമ്പ് കാണാൻ വേണ്ടി പൊങ്ങ് കെട്ടിയിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് ആപ്പാടെ ഇനി ഒരു പൊങ്ങേ ഉള്ള ആ കിട്ടി ടൈം വരുന്ന കേട്ടോ. അതെ ആ അപ്പോൾ അവിടെ ഞണ്ട് കൊടുത്തില്ല. ഒരു വേറൊരു ഞണ്ടിടുന്ന കുളമുണ്ട്, ആ വീട്ടിൽ ചെന്ന് കൊണ്ടു കൊടുക്കാം. വണ്ടി ഇരുന്ന് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ നമ്മളെ വീട്ടിലോട്ടെത്താറ് ചെറിയ തോടാന്ന് അങ്ങോട്ട്. പുറത്തോട്ടിടക്കാർ തെങ്ങ് 2 തെങ്ങിനടി കിടപ്പുണ്ട്. സന്തോഷേ നല്ലത് കേട്ടോ. ഞാനിവന് തീറ്റ കൊടുത്ത് ഇട്ടിരുന്നേ കേട്ടോ. ഞാൻ അക്കാലത്തേക്കാ കൊടുക്കുന്നത്. ഇയാള് അങ്ങ് കഴിച്ചോളൂ. കൊല്ലം വേണോ? അവിടേക്ക് ഇതേ വരുന്നേ. നീ ഉണ്ട് എന്നാ ഇതിലേ കൂടെ വിടാം. അതിലേ കൂടെ വിട്ടാൽ ആ വല പൊക്കാം. വല പൊക്കത്തരാം. ആ വല എപ്പം കിടക്കുക. ഇങ്ങോട്ട് വീഡിയോ എടുക്കണം. പോരാ. കിട്ടുന്ന ഇങ്ങനെ കൊണ്ടുപോരെ. ഓ പിന്നെന്ത് കിട്ടാൻ ഇപ്പോഴേ വെള്ളം ഭയങ്കര പെരുക്കം. ഇവന് ഈ പന്നയ്ക്കകത്തൊക്കെ കയറി ഇരിക്കുന്നേ കേട്ടോ. നമുക്ക് യാദൃശ്യ കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ രണ്ട് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. അന്ന് ഇയാൾ തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. അയ്യോ കൈ കിട്ടിയാണ്ടല്ലോ വിടത്തില്ല ഇത് കേട്ടോ. തോട്ടിയുണ്ടോ പറഞ്ഞാൽ അതിൻ്റെ കൈ പോയി കൊണ്ട് അങ്ങനെ പോയി. ഇതൊരു ഞണ്ടിടുന്നു കേട്ടോ. ഇപ്പോൾ ഞണ്ടിനെയൊക്കെ ഇറക്കിയിട്ട് ഇനി മീൻ വാങ്ങിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞണ്ട് പോയിട്ടുണ്ട്. നിങ്ങളെന്താ ഞണ്ട് കൊണ്ടില്ല? എത്ര രൂപ വേണം? അത് പറഞ്ഞങ്ങോട്
കവർ പിടി തട്ടിഞ്ഞിട്ടാ പോരെ മടക്കി തട്ടാൻ കൊഞ്ചു എത്ര രൂപ വേണോ ഇത്? 100 രൂപയ്ക്കുണ്ട്. 500 രൂപ കുറവ് നന്തല്ലോ ഇന്നാളത്തെ എന്നാ എടുത്തോണ്ട് വന്നാ 150 രൂപ ഉണ്ട്. അതൊന്നും തരത്തില്ല. 100 രൂപയ്ക്ക് ഇത് മേടിച്ചോ. മീൻ വാങ്ങിയ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഫോൺ ഓഫായി പോയി. കൊടുത്തിട്ട് അവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ട് നീ പോവാണ് കേട്ടോ. തിരിച്ച് വണ്ടി എടുത്തോട്ട് പോകാം കേട്ടോ. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കൊടുത്തോ? ഇത് മീൻ കൊഞ്ചോ? കൊഞ്ച കൈമീനും ഇതൊക്കെയാ. ഇന്നത്തെ മീനായല്ലോ. വെള്ളം പോയി പല്ല് വെച്ച് കുളിച്ച് റെഡിയായി. അവിടെ ചെന്നിട്ട് ഞണ്ട് കൊടുക്കാൻ തരുന്നു വാട്ടറാന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും വേറൊരു ഈ ഞണ്ടൊക്കെ ഇടുന്ന ഒരു കുളത്തിന്റെ അടുത്ത് പോയിട്ട് ആ മാവനും എടുത്തു. ആദ്യം പറഞ്ഞ് വാട്ടറാന്ന് പറഞ്ഞു. ആ ചില തൂക്കി വെക്കുന്ന സ്ഥലമില്ലേ, അവിടെ ചെന്നിട്ട് വാട്ടറാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് അവിടെ പോയിട്ട് ആ മാവന്റെ വീട്ടിൽ കൊടുത്തു. ദേവൻ കാപ്പി കുടിച്ച് കഴിഞ്ഞ് നട സ്കൂളിൽ പോവാ. ദേവാ മഴ പെയ്യുന്നല്ലോ, ഇവിടെ നിന്ന് കയറിക്കൂടെ? മുടി ഒതുക്കിയേ, മുടി ഒതുക്കി വെക്ക്. അപ്പം ആദർശിൻ്റെ വീട്ടിൽ ചെന്നിന്നാണ്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ സൈക്കിൾ വന്നത്. അവരുടെ സൈക്കിൾ എടുത്ത് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പം അവരെ സൈക്കിളുമായിട്ട് തിരിച്ച് ഇവിടെ വരും. ഇനിയിപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ പോവാം. ശ്രീകുട്ടൻ ഇവിടെ നിന്ന് കയറി പോവും. അപ്പോൾ കണ്ടോ, പഴയത് കണക്ക് തന്നെ നമ്മുടെ മുറ്റത്ത് വെള്ളം കയറാൻ തുടങ്ങി. പെരയ്ക്കകത്തൊന്നും കയറിയിട്ടില്ല. ഇന്ന് ഇച്ചിരി വെള്ളം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം വെള്ളം കൂടുതലായിരുന്നു. അപ്പോൾ ഇതേപോലെ ഓരോ ദിവസം ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ അടുത്ത വെള്ളം ഇങ്ങനെ വരിക. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോൾ എന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം മുറ്റം ഒന്ന് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ലെവലാക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരു വിചാരമുണ്ട്. അതിപ്പോഴേ ഉടനെ ഇല്ല. അത് അവർ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്യാമെന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ചെയ്യാതിരുന്നാൽ പറ്റത്തില്ല. എന്നും നമ്മൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീടൊന്നും നമുക്ക് നല്ലതുപോലെ ഇപ്പോഴൊന്നും പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാ കാര്യം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ലിജിയുടെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമേ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. ഇപ്പോൾ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്, അത് ചെയ്ത് തീർക്കണമെന്നുള്ള. എങ്ങനെയെങ്കിലും കുറേ മുറ്റം നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കണം. ഞാൻ കൊണ്ടാകത്തില്ല, നേരത്തും കാലത്തൊക്കെ എഴുന്നേക്കണം. ശരി, ടാറ്റ. റോഡിൽ കയറി നിൽക്കാനില്ലയോ? റോഡിൽ കയറി നിൽക്കാനില്ലയോ? ഇപ്പോഴേ കയറി നിൽക്കണ്ട, മഴയാറും. ഒരു 22 ആകുമ്പോൾ കയറി എന്നാൽ മതി. അത് മതി, 22 ആകുമ്പോൾ കയറി എന്നാൽ മതി. എന്ന് 29 ആയില്ല. മഴച്ചാറ്റലുണ്ട്, നല്ല ചാറ്റലുണ്ട് കേട്ടോ. അപ്പോൾ ഞണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചേട്ടനും ശ്രീകുട്ടനും വന്നിട്ടുണ്ട്. വന്ന് കാപ്പിയൊക്കെ കുടി കഴിഞ്ഞ് ശ്രീകുട്ടനും ദേവനും സ്കൂളിൽ പോയി. ചേട്ടനായിട്ട് കക്കായൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ഞണ്ടിന്ന് കൊടുക്കാൻ പോയത് പെരുമൺ ലേലക്കടയിലാണ്. അപ്പോൾ അവിടെ ഒരു ലേലക്കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞണ്ടെടുക്കുന്ന ആൾക്കാർ വരും.
അപ്പം കഴിഞ്ഞ ഒരു മാസമായല്ലോ ഞണ്ട് കിട്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ 3 പ്രാവശ്യം ഞണ്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുക്കാൻ പോയവിടെ. അപ്പോൾ അവിടെ ചെമ്പഴ ഈ ഞണ്ട് വാട്ടറാന്നാണ് പറയുന്നത്. അപ്പം ചേട്ടൻ അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മളിവിടുന്ന് നല്ല ബഡ് ഞണ്ടാണെന്നും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കക്ക ഇറച്ചിയൊക്കെ പുഴുങ്ങിയിട്ട് ഇവനെ ഇത്രയും ദിവസം 1 മാസം വരെ ഇട്ടുന്നത്. അപ്പോൾ അതായത് നമ്മളൊരു ബക്കറ്റുണ്ട്, ബക്കറ്റ് ഏറ് കയറുന്ന ഒരു ബക്കറ്റ് സൈഡിൽ നമ്മൾ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് ഇടുന്ന ഒരു ബക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ബക്കറ്റ് മേടിച്ച് അതിനകത്ത് ബെയ്റ്റൊക്കെ കെട്ടി നമ്മൾ ഞണ്ട് 1 മാസം വരെ കൊണ്ടിട്ടിരുന്നത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ തീറ്റയൊക്കെ കൊടുത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് അവനെ എടുത്ത് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അവനെ കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ അതാണ് കാര്യം. ഞാൻ ആ കാപ്പിയൊക്കെ കുടിക്കണം ഇനി. അപ്പോൾ പിള്ളേർ 2 പേരും പോയി. അപ്പോൾ ഇന്ന് നമ്മൾ കാപ്പിക്ക് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നല്ല മൈദയുടെ ദോശയും ഉള്ളിക്കറിയാണ്, പിന്നെ ചായയുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ ദോശയൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈദയുടെ ദോശ, ഉള്ളിക്കറി, പിന്നെ അതുപോലെ തന്നെ ചായ. അപ്പം ഇനി ഞാനിതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.